ADGP MR അജിത് കുമാർ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ MLA-യുമായി നടത്തിയ പരാമർശങ്ങളിൽ പത്തനംതിട്ട SP S സുജിത് ദാസിനെതിരെ വകുപ്പ് തല അന്വേഷണം. SP-യെ നേരിട്ട് വിളിപ്പിച്ച് DGP വിശദീകരണം തേടി. സുജിത് ദാസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ADGP അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവാദത്തിനൊക്കെ പിന്നാലെ പത്തനംതിട്ട SP 3 ദിവസത്തെ അവധിയിൽ പോയി. കേരള പോലീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അളിയന്മാരെ ഉപയോഗിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP വിവിധ ജില്ലകളിൽ കച്ചവടം നടത്തുന്നു എന്നായിരുന്നു പത്തനംതിട്ട SP സുജിത് ദാസ് PV അൻവർ MLA-യോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഫോൺ സംഭാഷണത്തിൽ SP പരാമർശങ്ങൾ നടത്തിയിരുന്നു. IPS അസോസിയേഷനിലാകെ പൊട്ടിത്തെറി ഉണ്ടാക്കിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ സുജിത് ദാസിനെ വിളിച്ചു വരുത്തി DGP ശകാരിച്ചു. പോലീസ് ആസ്ഥാനത്ത് MR അജിത് കുമാറിനെ കാണാൻ SP ശ്രമിച്ചെങ്കിലും അനുമതി നൽകിയില്ല. വിവാദങ്ങൾ മുറുകുന്നതിനിടെ SP അവധിയിൽ പോയി. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് MR അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണം. ഗുരുതരമായ അഴിമതി ആരോപണമാണ്. 25 കൊല്ലം CPM-ന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. PV അൻവറിന്റെ പ്രസ്താവന പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. അതെല്ലാം അതൊന്നും വെറുതെ പറയാൻ പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരില്ല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് സൂചന. മരം മോഷണം ഒതുക്കി തീർക്കാൻ സുജിത് ദാസ് പരാതിക്കാരനെ സ്വാധീനിച്ചെന്ന് കാട്ടി കൊല്ലം DCC ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം DGP-ക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം.